നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തതിൽ അസാധാരണത്വമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സസ്പെൻഷൻ DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും ചെന്നിത്തല. ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശി നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. വഖഫ് വിഷയത്തിൽ സമസ്തയുടെ ആരോപണത്തിന് മറുപടിയുമായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ഷംസുദ്ദീൻ. പണ്ഡിതന്മാരുടെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി. PG മേഖലയിൽ തുടർചലനങ്ങൾ ചെറുതാണെങ്കിലും ദുരന്തമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്ന് MLA കെ രാജൻ. നാശനഷ്ടങ്ങളുണ്ടായാൽ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് നഷ്ടപരിഹാരം നൽകാനാവുമെന്നും MLA. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ 65ാമത് സംസ്ഥാനതല സുബ്രതോ കപ്പിന് തൃശൂരിൽ തുടക്കമായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി കരുമത്രയിൽ തെങ്ങിൽ നിന്ന് വീണ കർഷകൻ മരിച്ചു. കരുമത്ര സ്വദേശി തോമസ് ആണ് മരിച്ചത്. തൃശൂരിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ ജോലികൾ അന്തിമഘട്ടത്തിൽ. മുഖ്യ കവാടത്തിനും അനുബന്ധ കെട്ടിടങ്ങളും ഉടൻ പൊളിച്ചു തുടങ്ങും. തൃശൂരിലെ 4ാമത്തെ പ്ലാറ്റ്ഫോം നീളം കൂട്ടുന്നതിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ടെന്നും തുടർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും റെയിൽവേ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI പ്രവർത്തകർ ഗുരുവായൂർ നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ധർണ ജില്ലാ ജനറൽ സെക്രട്ടറി TM അക്ബർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെറൂർ സാഹിതിയിൽ S ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. പൊന്നാനിയിൽ നടക്കുന്ന മലിക്കുൽ മുളഫർ മജ്ലിസ് പരിപാടിയുടെ ഭാഗമായുള്ള സ്വാഗത സംഘം ഓഫീസിന്റെയും അലുമിനി ഓഫീസിന്റെയും ഉദ്ഘാടനം ചളിങ്ങാട് നടന്നു. KK വത്സരാജ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഡൽഹിയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മറ്റം സെന്റ് തോമസ് ഫൊറാന പള്ളിയിലെ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗം ജോമി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഖാദി തുണിത്തരങ്ങൾക്ക് സർക്കാർ അനുവദിച്ച 30% പ്രത്യേക റിബേറ്റ് പദ്ധതിയുടെയും ഓണം മെഗാ സമ്മാന പദ്ധതിയുടെയും ഉദ്ഘാടനം അവനിശ്ശേരി ഖാദി ഭവനിൽ MLA ഗീതാ ഗോപി നിർവഹിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷൻ അഡ്മിനിസ്ട്രേറ്റർ RS ദിലീപ് കുമാർ, അവനിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PN സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എളവള്ളി പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിലെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത ഉദ്ഘാടനം ചെയ്തു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ മെറിറ്റ് ഡേയും അനശ്വര ക്ലബ് കാക്കശ്ശേരി നൽകുന്ന സ്പെഷ്യൽ യൂണിഫോം വിതരണവും നടന്നു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഒൻപതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഞായറാഴ്ച നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഉപദേഷ്ടാവ് മണികണ്ഠൻ ശാന്തി, മേൽശാന്തി കുട്ടൻ എന്നിവർ നേതൃത്വം നൽകും. പാവറട്ടി സെന്റ് ജോസഫ് LP സ്കൂളിൽ സ്ഥാപിച്ച പത്രപ്രദർശന ചുമർ വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ 20ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. എയിംസിനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ധർണ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ വിദ്യാർത്ഥി ക്ഷേത്രകുളത്തിൽ മുങ്ങി മരിച്ചു. എറിയാട് IHRD കോളേജിന് സമീപം വല്ലത്തുപടി വീട്ടിൽ അഷ്കറിന്റെ മകൻ അഷ്ഫാനാണ് മരിച്ചത്. മാടക്കത്തറ പാടത്ത് നഴ്സറിയുടെ മറവിൽ നെൽവയൽ നികത്താൻ മണ്ണുമായി വന്ന ലോറി നാട്ടുകാർ തടഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, കൃഷി വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നൽകിയ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധത്തിൽ നിന്ന് നാട്ടുകാർ പിന്മാറി. കോതപറമ്പ് VVUP സ്കൂളിലെ പാചകപ്പുരയിൽ മോഷണം നടത്തിയ കേസിലെ 2ാം പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. അസം സ്വദേശി ഇക്രമുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് അയ്യന്തോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ ഐക്യദാർഢ്യ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S അജി ഉദ്ഘാടനം ചെയ്തു.
അവണൂർ ISDP ഉന്നതിയിലെ പഞ്ചായത്തിന്റെ കുടിവെള്ള ടാങ്കും കിണറും ശുചീകരിക്കാത്തത് പരാതിക്കിടയാക്കുന്നു. അവണൂർ പഞ്ചായത്തിന്റെ കുടിവെള്ള സംഭരണ ടാങ്ക് കഴിഞ്ഞ 6 വർഷമായി ശുചീകരിക്കാത്തതോടെ ചെളിയും പായലും അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. തിരുവില്ലാമല ടൗൺ സെന്ററിലെ സ്ട്രീറ്റ് ലൈറ്റ് പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നു. ദിവസങ്ങൾക്ക് മുൻപ് സമീപത്തുള്ള മരത്തിന്റെ കൊമ്പുകൾ വൈദ്യുത കേബിളിൽ വീണതാണ് പോസ്റ്റ് ഇളകാൻ കാരണം. ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല വടംവലി മത്സരം സമാപിച്ചു. അണ്ടർ 15 വിഭാഗത്തിൽ വേലുപാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. അണ്ടർ 13 വിഭാഗത്തിൽ സെന്റ് പയസ് വേലുപാടം 1ാം സ്ഥാനം കരസ്ഥമാക്കി. പാവറട്ടി YMCAയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ചികിത്സാ ക്യാമ്പും സെമിനാറും നടത്തി. പാവറട്ടി തീർത്ഥകേന്ദ്രം ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ചികിത്സാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ വായനാ മാസാചരണം സമാപിച്ചു. വാർഡ് മെമ്പർ CV ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയ ആരോഗ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്ന OS സത്യന്റെ അനുസ്മരണ സമ്മേളനം ഞായറാഴ്ച പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. KK വത്സരാജ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.